വെൽക്കം ടു അനിൽ ജി കെ സൊല്യൂഷൻ. നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ക്ലാസ് കഴിഞ്ഞതിന്റെ തുടർച്ചയാണ്. നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രത്തില് സുൽത്താനേറ്റ്, ആ സുൽത്താനേറ്റിൽ അടിമ വംശത്തെ കുറിച്ച് 2 വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. സുൽത്താനേറ്റിലെ നെക്സ്റ്റ് രാജവംശമായ ഗിൽജി വംശത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗിൽജി വംശം. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിലെ ഗിൽജി വംശം. ഗിൽജി വംശത്തിന്റെ കാലഘട്ടമാണ് ആദ്യം പഠിക്കേണ്ടത്. ഗിൽജി വംശത്തിന്റെ കാലഘട്ടം ഓർത്തിരിക്കുക. 1290 മുതൽ 1320 വരെ, 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഗിൽജി വംശം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഗിൽജി വംശത്തിന്റെ കാലഘട്ടം 1290 ടു 1320. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഏതാണ്? ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമായിട്ട് അറിയപ്പെടുന്നത് ഗിൽജി വംശമാണ്. ഗിൽജി വംശമാണ്. ഏറ്റവും കൂടുതൽ കാലം തുഗ്ലക് വംശവുമാണ്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം. ഓക്കെ, അപ്പൊ ഗിൽജി വംശത്തിന്റെ കാലഘട്ടം 1290 ടു 1320 വരെയായിരുന്നു. ഓക്കെ, ഈ ഗിൽജി വംശ സ്ഥാപകൻ ആരാണ്? ഗിൽജി വംശ സ്ഥാപകൻ ആരാണ്? ഓർത്തിരിക്കുക, ഗിൽജി വംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഗിൽജിയാണ്. ജലാലുദ്ദീൻ ഗിൽജി. ജലാലുദ്ദീൻ ഗിൽജി. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആദ്യകാല പേര് മാലിക് ഫിറോസ് എന്നാണ്. മാലിക് ഫിറോസ് എന്നായിരുന്നു. മാലിക് ഫിറോസ്. മാലിക് ഫിറോസ്. ഓക്കെ, ആദ്യകാല പേര് മാലിക് ഫിറോസ്. ആദ്യം അറിയപ്പെട്ടത് മാലിക് ഫിറോസ്. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഗിൽജി വംശ സ്ഥാപകൻ ആരാണ്? അല്ലെ, മാലിക് ഫിറോസ് അല്ലെങ്കിൽ ജലാലുദ്ദീൻ ഗിൽജിയാണ്. നമുക്ക് ജലാലുദ്ദീൻ ഗിൽജി. ഓക്കെ, അപ്പൊ ജലാലുദ്ദീൻ ഗിൽജിയാണ് ഗിൽജി വംശം സ്ഥാപിക്കുന്നത് എന്ന് ഓർത്തിരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ജലാലുദ്ദീൻ ഗിൽജി ആരെ വധിച്ചിട്ടാണ് ഗിൽജി വംശം സ്ഥാപിക്കുന്നത്? അടിമ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന കൈക്കോബാദിനെ വധിച്ചിട്ടാണ്. കൈക്കോബാദ്, പേര് കൈക്കോബാദ്. കൈക്കോബാദ്, അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ കൈക്കോബാദിനെ വധിച്ചത് ആരാണ്? ജലാലുദ്ദീൻ ഗിൽജിയാണ്, അല്ലെങ്കിൽ മാലിക് ഫിറോസ് ആണ്. മാലിക് ഫിറോസ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഗിൽജി വംശം. ഗിൽജി വംശത്തിന്റെ കാലഘട്ടം 1290 ടു 1320 വരെയാണ്. ഓക്കെ, അപ്പൊ ഗിൽജി വംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഗിൽജിയാണ്. ജലാലുദ്ദീൻ ഗിൽജിയാണ്. ഓക്കെ, ജലാലുദ്ദീൻ ഗിൽജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ജലാലുദ്ദീൻ ഗിൽജിയാണ് ഗിൽജി വംശം സ്ഥാപിച്ചത് എന്ന് അറിഞ്ഞിരിക്കുമ്പോഴാണ് അല്ലെ. ജലാലുദ്ദീൻ ഗിൽജി രാജദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസി വര്യനാരാണ്? നമ്മോട് ചോദിക്കുന്നു അല്ലെ. ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിരുന്നു. ജലാലുദ്ദീൻ ഗിൽജി രാജദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസി ആരാണ്? സിദ്ധി മൗല. സിദ്ധി മൗല. സിദ്ധി മൗല. അപ്പൊ സിദ്ധി മൗലയെ വധിച്ചത് ആരാണ്? നമ്മോട് ചോദിക്കുന്നു, സിദ്ധി മൗല എന്ന് പറയുന്ന സന്യാസിയെ വധിച്ച സുൽത്താൻ ഭരണാധികാരി ആരാണ്? ജലാലുദ്ദീൻ ഗിൽജിയാണ്. കൈക്കോബാദിനെ വധിച്ചതും ജലാലുദ്ദീൻ ഗിൽജിയാണ്. കൈക്കോബാദിനെ വധിച്ചത് ജലാലുദ്ദീൻ ഗിൽജിയാണ്. സിദ്ധി മൗല എന്ന് പറയുന്ന സന്യാസിയെ വധിക്കുന്നതും ജലാലുദ്ദീൻ ഗിൽജിയാണ്. ജലാലുദ്ദീൻ ഗിൽജി രാജദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസി ആരാണ്? സിദ്ധി മൗല. അപ്പൊ സിദ്ധി മൗലയെ വധിച്ചത് ജലാലുദ്ദീൻ ഗിൽജിയാണ്. ഗിൽജി വംശ സ്ഥാപകനാണ്. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമായ ഗിൽജി വംശം 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ജലാലുദ്ദീൻ ഗിൽജി, മാലിക് ഫിറോസ് എന്ന് വിളിക്കുന്ന ജലാലുദ്ദീൻ ഗിൽജിയെ വധിച്ചത് ആരാണ്? ജലാലുദ്ദീൻ ഗിൽജിയെ വധിച്ചത് ആരാണ്? ഓർത്തിരിക്കുക, അലാവുദ്ദീൻ ഗിൽജിയാണ്. അലാവുദ്ദീൻ ഗിൽജിയാണ്. അലാവുദ്ദീൻ
ഖിൽജി. ഓക്കെ, അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയാണ് ജലാലുദ്ദീൻ ഖിൽജിയെ വധിക്കുന്നത്. അപ്പൊ നമ്മോട് ചോദിക്കാം, ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി ആരാണെന്ന്. ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ശരിയായ പേര് അലി ഗർഷർ. നമ്മോട് ചോദിക്കാറുണ്ട്, അലി ഗർഷർ എന്നറിയപ്പെടുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി വംശ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്, അല്ലെങ്കിൽ അലി ഗർഷപ്പാണ്. അലി ഗർഷപ്പ് ആരാണ്? അലി ഗർഷപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാം അലക്സാണ്ടർ ഓർത്തിരിക്കുക. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. സിക്കന്ദർ ആയി സൈനി, രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ആയി സൈനി. ഓർത്തിരിക്കുക, രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ആയി സൈനി, രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ആയി സൈനി എന്നറിയപ്പെട്ട ഖിൽജി വംശത്തിലെ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി, രണ്ടാം അലക്സാണ്ടർ. ഓക്കെ, മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ. അപ്പൊ ആരാണ് മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത്? നമ്മോട് ചോദിക്കുന്നു, മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന സുൽത്താൻ ഭരണാധികാരി ആരാണ്? എന്നറിയപ്പെടുന്നതും അലാവുദ്ദീൻ ഖിൽജിയാണ്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ട, അല്ലെങ്കിൽ സിക്കന്ദർ ആയി സൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഖിൽജി വംശത്തിലെ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കി. അതിൽ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. കമ്പോള പരിഷ്കരണത്തിന് കമ്പോള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നു. ശക്തമായ ഒരു മാർക്കറ്റ് പോളിസി ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ആരാണ്? ഈ ശക്തമായ ഒരു മാർക്കറ്റ് പോളിസി ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കമ്പോള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയ സുൽത്താൻ ഭരണാധികാരി ആരാണ്? കമ്പോളത്തിൽ നേരിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയമിച്ച സുൽത്താൻ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാല് അലാവുദ്ദീൻ ഖിൽജിയാണ്. കമ്പോള പരിഷ്കരണങ്ങൾക്കായിട്ട് ഇദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്ന പേര് ഓർത്തിരിക്കണം, ഷഹാന-ഇ മണ്ഡി. നമ്മോട് ചോദിക്കുന്നു, ഷഹാന-ഇ മണ്ഡി. ഷഹാന-ഇ മണ്ഡി. അപ്പൊ ഷഹാന-ഇ മണ്ഡി ദിവാനി റിയാസത്ത്. ഓക്കെ, ഷഹാന-ഇ മണ്ഡി, ദിവാനി റിയാസത്ത് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സുൽത്താൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി നിയമിച്ചത്? കമ്പോള പരിഷ്കരണങ്ങൾക്കായിട്ടായിരുന്നു. അപ്പൊ കമ്പോള പരിഷ്കരണങ്ങൾക്കായിട്ടായിരുന്നു ഇദ്ദേഹം ഷഹാന-ഇ മണ്ഡി, ദിവാനി റിയാസത്ത് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. അപ്പൊ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണങ്ങളായിട്ട് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്ന പേര് ഷഹാന-ഇ മണ്ഡി, ദിവാനി റിയാസത്ത്. ഓർത്തിരിക്കുക, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാനായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ച സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി വംശ കാലഘട്ടത്തില് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ തടയാനായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഓർത്തിരിക്കുക,
അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങളാ ഓർത്തിരിക്കുക. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് സറായ് ഇ ആദിൽ എന്നാണ്. സറായ് ഇ ആദിൽ. അപ്പൊ സറായ് ഇ ആദിൽ എന്ന് പറയുന്ന കച്ചവട കേന്ദ്രങ്ങൾ. സറായ് ഇ ആദിൽ എന്നാ പറഞ്ഞാൽ അതിന്റെ മീനിങ് നീതിയുടെ സ്ഥലം എന്നാണ്. നീതി, അപ്പൊ നീതി മാർക്കറ്റ്, അപ്പൊ നീതിയുടെ സ്ഥലം എന്നാണ്. നീതിയുടെ സ്ഥലം, അപ്പൊ നീതിയുടെ സ്ഥലം എന്നറിയപ്പെട്ട ഓർത്തിരിക്കുക, നീതിയുടെ സ്ഥലം എന്നാണ്. സറായ് ഇ ആദിൽ എന്നുള്ളതിനർത്ഥം നീതിയുടെ സ്ഥലം എന്നാണ്. അപ്പൊ നീതി മാർക്കറ്റുകളാണ്, അപ്പൊ കച്ചവട കേന്ദ്രങ്ങള്. അപ്പൊ സറായ് ഇ ആദിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സറായ് ഇ ആദിൽ സ്ഥാപിച്ചത് ആരാണ്? സറായ് ഇ ആദിൽ എന്ന് പറയുന്ന കച്ചവട കേന്ദ്രങ്ങള് സ്ഥാപിച്ചത് ആരായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അലാവുദ്ദീൻ ഖിൽജിയാണ് സറായ് ഇ ആദിൽ എന്ന് പറയുന്ന കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ഓക്കെ, ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത് സുൽത്താൻ ഭരണാധികാരി ആരാണ്? ഇന്ത്യയിലെ സുൽത്താനേറ്റ് കാലഘട്ടത്തില് തപാൽ സംവിധാനത്തിന് അല്ലെങ്കിൽ പോസ്റ്റൽ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുസ്ലിം ഭരണകാലഘട്ടത്തില്, സുൽത്താനേറ്റ് കാലഘട്ടത്തില് തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ തപാൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തൻ, രണ്ടാം അലക്സാണ്ടർ എന്നൊക്കെ അറിയപ്പെട്ട അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി. ഞാൻ പറഞ്ഞു ഖിൽജി വംശ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണെന്ന്. അപ്പൊ നമ്മോട് ചോദിക്കാം, സ്വന്തം അമ്മാവനെ വധിച്ച, സ്വന്തം ഭാര്യ പിതാവിനെ വധിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? സ്വന്തം അമ്മാവനെ, ഭാര്യ പിതാവിനെ വധിക്കുന്ന ഡൽഹി സുൽത്താനായിട്ട് അറിയപ്പെടുന്നതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് മരുമകനായ അലാവുദ്ദീൻ ഖിൽജിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഖിൽജി വംശ സ്ഥാപകനെ വധിക്കുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ സ്വന്തം അമ്മാവനെ, ഇന്ത്യ ചരിത്രത്തിൽ സ്വന്തം അമ്മാവനെ, ഭാര്യ പിതാവിനെ വധിച്ച ഡൽഹി സുൽത്താൻ കൂടിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നു, തപാൽ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നു, സറായ് ഇ ആദിൽ എന്ന് പറയുന്ന കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു, കമ്പോള പരിഷ്കരണങ്ങൾക്കായിട്ട് ഇദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഷഹനായി മണ്ഡി, ദിവാനി റിയാസത്ത്. അപ്പൊ സറായ് ഇ ആദിൽ എന്ന് പറഞ്ഞാല് ഇദ്ദേഹം സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങളാണ് എന്ന് ഓർത്തിരിക്കും. അലാവുദ്ദീൻ ഖിൽജിയാണ് കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായമായ ധാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ധാഗ് സമ്പ്രദായം, കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ധാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച സുൽത്താൻ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയാണ് 1000 തൂണുകളുള്ള കൊട്ടാരം പണിതിരിക്കുന്നത്. ഡൽഹിയിലെ 1000 തൂണുകളുള്ള കൊട്ടാരം, പാലസ് ഓഫ് 1000 പില്ലേഴ്സ്, അല്ലെങ്കിൽ ഹസാർ സൂത്ത എന്ന് നമ്മൾ വിളിക്കുന്ന ഹസാർ സൂത്ത. TS ചോദിച്ചു, ഹസാർ സൂത്ത പണിതത് ആരാണ്? ഹസാർ സൂത്ത. അപ്പൊ ആരാണ് ഹസാർ സൂത്ത എന്ന് പറയുന്ന 1000 തൂണുകളുള്ള കൊട്ടാരം, പാലസ് ഓഫ് 1000 പില്ലേഴ്സ്, 1000 തൂണുകളുള്ള കൊട്ടാരം പണിതിരിക്കുന്നത്? 1000 തൂണുകളുള്ള കൊട്ടാരം പണിത ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. കുത്തബ് മീനാറിന്റെ കവാടമായ അലൈ ദർവാസ, ഓർത്തിരിക്കണം, അലൈ. അപ്പൊ അലൈ ദർവാസ, കുത്തബ് മീനാറിന്റെ കവാടമാണ് അലൈ ദർവാസ, അലന്ത് ദർവാസ. അപ്പോ അലൈ ദർവാസ പണിതിരിക്കുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, നമ്മൾ ബുലന്ദ് ദർവാസയെ കുറിച്ച് പഠിക്കാനുണ്ട്. ബുലന്ദ് ദർവാസ ഉത്തർപ്രദേശിലാണ്. ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. അത് അക്ബർ സ്ഥാപിച്ചതാണ്. പക്ഷെ ഇവിടെ കുത്തബ് മീനാറിന്റെ കവാടമായ അലൈ ദർവാസ പണിതതും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഹസാർ സൂത്ത എന്ന് പറയുന്ന 1000 തൂണുകളുള്ള കൊട്ടാരം പണിതിരിക്കുന്ന സുൽത്താൻ ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്.
കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായം ആരംഭിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗിർദാരി സമ്പ്രദായം, ജാഗിർദാരി, ഓർത്തിരിക്കുക, ജാഗിർദാരി. അപ്പൊ ജാഗിർദാരി എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജാഗിർദാരി, ധാരി. അപ്പൊ ജാഗിർദാരി എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തൽ ചെയ്യുന്നു. ആരാണ് ഈ ജാഗിർദാരി സമ്പ്രദായം നിർത്തൽ ചെയ്ത സുൽത്താൻ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിഫലമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി എന്നറിയപ്പെട്ടത്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിഫലമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? ജാഗിർദാരി. ഈ ജാഗിർദാരി സമ്പ്രദായം നിർത്തൽ ചെയ്ത സുൽത്താൻ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ജാഗിർദാരി എന്താണ്? ജാഗിർദാരി എന്ന് പറഞ്ഞാല് ഓർത്തിരിക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിഫലമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമായ ജാഗിർദാരി സമ്പ്രദായം നിർത്തൽ ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ്. സിറി ഫോർട്ട്, അലാവുദ്ദീൻ ഖിൽജിയുടെ നിർമ്മിതികളാണ് സിറി കോട്ട, സിറി കോട്ട അല്ലെങ്കിൽ സിറി ഫോർട്ട്, സിറി ഫോർട്ട, സിറി കോട്ട, സിറി സിറ്റി, സിറി പട്ടണം, സിറി പട്ടണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, സിറി കോട്ടയും സിറി പട്ടണവും സിറി ഫോർട്ടും സിറി സിറ്റിയും ഒക്കെ പണിതിരിക്കുന്നത് ആരാണ്? അലൈ ദർവാസ, സിറി കോട്ട, സിറി പട്ടണം ഒക്കെ, ഡൽഹിയിലെ സിറി കോട്ടയും സിറി പട്ടണവും ഒക്കെ പണിതിരിക്കുന്ന സുൽത്താൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ നിർമ്മിതികൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കണം. സിറി കോട്ട, സിറി പട്ടണം, അലൈ ദർവാസ, അലൈ ദർവാസ ഓർത്തിരിക്കണം. പാലസ് ഓഫ് 1000 പില്ലേഴ്സ്, ഇതൊക്കെ പണിതത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഈ സുൽത്താൻ ഭരണാധികാരിയാണ്. മുസ്ലിം ഇന്ത്യയിലെ സമുദ്രഗുപ്തനാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി നമ്മൾ അറിയുമ്പോൾ ദക്ഷിണേന്ത്യയെ ആദ്യമായിട്ട് ആക്രമിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ദക്ഷിണേന്ത്യയെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയെ ആദ്യമായിട്ട് ആക്രമിച്ച ഡൽഹി സുൽത്താൻ ആരാണ് എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി തന്റെ സൈന്യാധിപനായ മാലിക് ഫിറോസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് തെക്കേ ഇന്ത്യയെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ ആക്രമിക്കുന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയെ ആക്രമിച്ച ആദ്യ ഡൽഹി സുൽത്താനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏത് പ്രദേശത്തെയാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ദക്ഷിണേന്ത്യയിലെ ഏത് പ്രദേശത്തെയാണ് എന്ന് ചോദിച്ചാൽ ദേവഗിരി. എന്താണ് സ്ഥലത്തിന്റെ പേര്? ദേവഗിരി. അപ്പൊ ദേവഗിരി. അപ്പൊ ദേവഗിരിയുടെ ഇന്നത്തെ പേര് എന്താണ്? ദൗലത്താബാദ് എന്നാണ്. അപ്പൊ ദൗലത്താബാദ് എന്നാണ് ദേവഗിരിയുടെ ഇന്നത്തെ പേര്. ദൗലത്താബാദ് എന്നാണ്. അപ്പൊ ദൗലത്താബാദിനെ ദേവഗിരി, അപ്പൊ ഇന്നത്തെ പേര് ദൗലത്താബാദ്, ഇനി ദൗലത്താബാദിനെ ആക്രമിച്ച എന്ന് ചോദിക്കാം. അപ്പൊ ദേവഗിരിയെ, ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ ദേവഗിരിയെയാണ് ആദ്യമായിട്ട് ആക്രമിക്കുന്നത്. ഇന്നത്തെ പേര് ദൗലത്താബാദ് എന്നാണ്. ഈ ദേവഗിരിക്ക് ദൗലത്താബാദ് എന്നുള്ള നാമകരണം കൊടുത്തത് നമുക്ക് ഓർത്ത് പഠിക്കേണ്ട ഒരാളാണ്. അടുത്ത തുഗ്ലക്കൻ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ദൗലത്താബാദ് എന്നുള്ള നാമകരണം ദേവഗിരിക്ക്, അല്ലെ, ദേവഗിരിയുടെ പേര് ദൗലത്താബാദ് എന്ന് മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ദേവഗിരിയെ ആക്രമിച്ച അല്ലെങ്കിൽ ദൗലത്താബാദിനെ ആക്രമിച്ച ആദ്യ സുൽത്താൻ ഭരണാധികാരി, അല്ലെ, സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ആദ്യത്തെ ഈ ആക്രമണം എന്ന് പറയുന്നത്, ദക്ഷിണേന്ത്യൻ ആക്രമണം എന്ന് പറയുന്നത് ദേവഗിരിയായിരുന്നു. അപ്പൊ ദേവഗിരി ആക്രമിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് എന്ന് ചോദിക്കാം. ഓർത്തിരിക്കുക, അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനും അടിമയുമായിരുന്ന മാലിക് കഫൂറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. മാലിക് കഫൂർ. അപ്പൊ നമ്മള് മാലിക് കഫൂർ. അപ്പൊ മാലിക് കഫൂറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ദക്ഷിണേന്ത്യ ആക്രമിക്കുന്നത്. അപ്പൊ എല്ലാ സൈനിക നടപടികൾക്കും നേതൃത്വം നൽകിയത് മാലിക് കഫൂർ ആയിരുന്നു. ദക്ഷിണേന്ത്യ ആക്രമിച്ചത് അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി 1000 രൂപ കൊടുത്ത് വാങ്ങിയ അടിമയാണ്. 1000 രൂപ കൊടുത്ത് വാങ്ങിയ അടിമ. നമ്മുടെ PSC ചോദിച്ചു, അലാവുദ്ദീൻ ഖിൽജി 1000 രൂപയ്ക്ക് വാങ്ങിയ അടിമ. അപ്പൊ 1000 രൂപ കൊടുത്തു വാങ്ങിയ അടിമയായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു പേരുണ്ട്, അല്ലെ? അത് നമ്മള് തുർക്കി ഭാഷയിൽ പറയുമ്പോൾ ഹസർ ദിനാരി
അസർ ദിനാരി 1000 ദിനാർ, 1000 അസർ 1000. അപ്പൊ 1000 ദിനാർ കൊടുത്തു വാങ്ങിയ അടിമ. അപ്പൊ നമ്മോട് ചോദിക്കുന്നു, PSCക്ക് വന്ന ക്വസ്റ്റൻ ആണ്, ഹസർ ദിനാരി, അസർ ദിനാരി, ദിനാരി. അപ്പൊ അസാർ ദിനാരി, അസാർ ദിനാരി എന്നറിയപ്പെടുന്നത് ആരാണ്? അസാർ ദിനാരി എന്നറിയപ്പെടുന്നത്, അസാർ ദിനാരി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 1000 രൂപ, 1000 രൂപ, അസാർ 1000. അപ്പൊ 1000 രൂപയ്ക്ക് വാങ്ങിയ, അല്ലെങ്കിൽ 1000 ദിനാർ കൊടുത്തു വാങ്ങിയ, ദിനാർ എന്നാണ് പറയാ. അപ്പൊ 1000 ദിനാർ കൊടുത്തു വാങ്ങിയ അടിമയായതുകൊണ്ട് ഇദ്ദേഹം മാലിക് കഫൂർ എങ്ങനെ അറിയപ്പെട്ടു? അല്ലെ, ഓർത്തിരിക്കുക, അസർ ദിനാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അസർ ദിനാരി എന്നറിയപ്പെടുന്നത് ആര്? മാലിക് കഫൂർ ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ അടിമയാണ്. 1000 രൂപയ്ക്ക് വാങ്ങിയ അടിമയായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അസർ ദിനാരി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്തിനെ ആക്രമിക്കുന്നു. അപ്പൊ ഗുജറാത്ത് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുത്ത പ്രദേശമാണ്, തുറമുഖ നഗരമാണ് കാംബെ എന്ന പേരിലറിയപ്പെടുന്നത്. കാംബെ. നമ്മോട് ചോദിക്കും, കാംബെ തുറമുഖം പിടിച്ചെടുത്ത സുൽത്താൻ ഭരണാധികാരി ഗുജറാത്തിനെ ആക്രമിക്കുകയും ഗുജറാത്തിലെ കാംബെ എന്ന് പറയുന്ന തുറമുഖം പിടിച്ചെടുത്ത സുൽത്താനായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ കാംബെ തുറമുഖം പിടിച്ചെടുത്ത സുൽത്താൻ ഭരണാധികാരിയാണ്. ഗുജറാത്തിനെ ആക്രമിക്കുകയും ഗുജറാത്തിലെ കാംബെ തുറമുഖം പിടിച്ചെടുക്കുകയും ചെയ്ത സുൽത്താൻ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദു സ്ത്രീയെ, അതും ഒരു വിധവയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരി ആരാണ്? നമ്മോട് ചോദിക്കുകയാണ്. ഒരു ഹിന്ദു രാജകുമാരിയും ഒരു മുസ്ലിം ഭരണകർത്താവും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹം നടന്നിരിക്കുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഏത് ഭരണാധികാരിയാണ് ഇങ്ങനെ ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്തത് എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്തിലെ രാജാവിന്റെ ഭാര്യയായ കമലാദേവിയെയാണ്, കമലാദേവി. അപ്പൊ കമലാദേവിയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരി ആരാണ്? ഗുജറാത്തിലെ രാജാവിനെ ആക്രമിക്കുകയും രാജാവിനെ വധിക്കുകയും രാജാവിന്റെ ഭാര്യ വിധവയാകുകയും അങ്ങനെ കമലാദേവിയെ, ഒരു വിധവയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരിയായിട്ട് അലാവുദ്ദീൻ ഖിൽജി അറിയപ്പെടുന്നു. അപ്പൊ മദ്യത്തിന്റെ ഉപയോഗം നിർത്തൽ ചെയ്ത സുൽത്താൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. മദ്യത്തിന്റെ ഉപയോഗം നിർത്തൽ ചെയ്ത സുൽത്താൻ ഭരണാധികാരി. സ്വന്തമായി ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ സുൽത്താൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഈ ഭരണാധികാരി ദക്ഷിണേന്ത്യയെ ആക്രമിച്ച ആദ്യ ഡൽഹി സുൽത്താനായിട്ട് അറിയപ്പെടുന്നു. അപ്പൊ ഈ ഭരണാധികാരിയെ ഖിൽജി വംശത്തിലെ ജലാലുദ്ദീൻ ഖിൽജിയെയും അലാവുദ്ദീൻ ഖിൽജിയെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇദ്ദേഹത്തിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന പ്രസിദ്ധനായ അമീർ ഖുസ്രു എന്ന് പറയുന്ന കവിയെയും അവസാനത്തെ ഭരണാധികാരികളായിരിക്കുന്ന മുബാരക് ഷായെയും ഇദ്ദേഹത്തെ വധിച്ച ഖുസ്രു ഖാനെയും ഒക്കെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും നേരം എന്റെ ക്ലാസ് ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഓക്കെ, സീ യു.